ഹലോ, നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ഫുൾ ഡേ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ സിസ്റ്ററൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അവളോടൊക്കെ ബൈ ബൈ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മൾ ചക്കരക്കല്ലുള്ള ഒരു ഷോപ്പിൽ എൻ്റെ ബ്രദറിന് ചെരുപ്പ് നോക്കാനാണ് കയറിയത്. അപ്പോൾ അവൻ്റെ സൈസ് അവിടെ കുറവായിരുന്നു ഗൈസ്. മീൻസ് അവൻ്റെ സൈസ് 11 ആണ്. അപ്പോൾ അവൻ്റെ ആ ഒരു സൈസിലുള്ള ചെരുപ്പ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. എന്നാലും ഞങ്ങളൊരു ചെരുപ്പ് അവിടെ നോക്കി വെച്ചിട്ടുണ്ട്. അത് എടുക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അപ്പം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് പോകുന്ന കണ്ണൂരേക്കാണ്. കണ്ണൂർ സുഡിയോ, ട്രെൻഡ്സ് അവിടെയൊക്കെ പോകാനൊരു പ്ലാൻ ഉണ്ട്. നടക്കുമെന്ന് അറിയില്ല. കാരണം മഴ വരുന്നു പോകുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അപ്പം നമ്മളിപ്പോൾ ഇറങ്ങുന്ന ഈ ഒരു ടൈം മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഇന്ന് കണ്ണൂർ ഭയങ്കര ബ്ലോക്കായിരുന്നു. ലൈക്ക് കണ്ണൂരുള്ളവർക്ക് അറിയായിരിക്കും, കാൽ ടാക്സ് ഒക്കെ എത്താനായപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നന്നായി പെട്ടുപോയിട്ടുണ്ടായിരുന്നു. പതിവിലും കൂടുതൽ തിരക്ക്. നമ്മൾ ഇറങ്ങുന്നത് ഒരു 11 മണി 12 മണി ആയൊരു ടൈമായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഈ സാധാരണ ഇവിടെ ഇങ്ങനൊരു ബ്ലോക്ക് ഉണ്ടാവലില്ല. അപ്പോൾ ഇന്ന് എന്താണെന്നറിയില്ല, അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്നേക്കുന്നത് സുഡിയോയിലേക്കാണ്. കണ്ണൂർ താവക്കരയുള്ള സുഡിയോയിലേക്കാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ കളക്ഷനൊക്കെ ഒരുപാടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 2 വീക്സ് മുന്നേ ഞങ്ങളിവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈം ഉണ്ടായ അതേ ഡ്രസ്സൊക്കെ തന്നെയാണ് അവിടെ. അവരത് മാറ്റിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് കയറിയപാടെ ഞങ്ങൾ പോയത് ജെൻസിൻ്റെ സെക്ഷനിലായിരുന്നു. കാരണം ഇവയ്ക്കാണല്ലോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്. അപ്പോൾ ഇവർ ജോബ് കിട്ടിയിട്ട് ഇവർ പോവുകയാണ് ചെന്നൈയിലേക്ക്. അപ്പോൾ അതിന് മുന്നേയുള്ള അവരുടെ ഒരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നത്. അപ്പം ഞാൻ ചുമ്മാ വലിഞ്ഞു കയറി പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ലേഡീസ് സെക്ഷനിൽ ഞാൻ വന്നായിരുന്നു. അവിടെ എനിക്ക് ഡ്രസ്സ് നോക്കാനാണ് വന്നത്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ 2 വീക്സ് മുന്നേ വന്നപ്പോൾ അതേ ഡ്രസ്സായിരുന്നു. വലിയ വെറൈറ്റി കളക്ഷനൊന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ 499, 249 അതിൻ്റെയൊക്കെ അത്യാവശ്യം കുറച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ചുറ്റിക്കറങ്ങി. താഴെ വന്നിട്ട് നമ്മൾ ചപ്പൽ നോക്കിയായിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് സെറ്റായില്ല. അത് കഴിഞ്ഞ് സുഡിയോയിലെ മേക്കപ്പ് ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യാറില്ല. കാരണം അത് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല. കാരണം അവിടെ റേറ്റ് കുറവ്, ക്വാളിറ്റി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ വിട്ട്. ഈ പച്ച ഡ്രസ്സിൻ്റെ കളർ ചേഞ്ച് എനിക്കുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല റേറ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലും ആയിരുന്നു. പിന്നെ നമ്മൾ സാധാ സുഡിയോയിൽ കാണുന്ന പെർഫ്യൂംസ് അതൊക്കെ ജസ്റ്റ് വാങ്ങിക്കൊന്നുമില്ല. പക്ഷേ ജസ്റ്റ് എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, എങ്ങനെയുണ്ട്, കൊള്ളാവോ, അങ്ങനെയെല്ലാം ജസ്റ്റ് എല്ലാം നോക്കി. പിന്നെ ഒന്ന് ഒന്ന് ചുറ്റിക്കറങ്ങി വീഡിയോ എല്ലാം എടുത്ത്. അപ്പം നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല. അപ്പോൾ അതിനടുത്ത് തന്നെ സ്റ്റൈൽ ഐക്കൺ എന്ന് പറഞ്ഞൊരു പുതിയ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടേക്കാണ് വന്നത്. ആദ്യമായിട്ട് വരുന്നതായതുകൊണ്ട് എന്താവുന്നൊന്നും അറിയില്ല. അപ്പം ഞങ്ങൾ ധൈര്യത്തിൽ അങ്ങ് കയറി. അപ്പോൾ കയറിയ പാടെ ഫസ്റ്റ് ഫ്ലോറിൽ ലൈക്ക് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പെർഫ്യൂംസ്, ലിപ്സ്റ്റിക് അങ്ങനത്തെ കളക്ഷനെല്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്യൂട്ട് പേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അതേ സെക്ഷനിൽ തന്നെ ഡ്രസ്സിൻ്റെ, അതായത് ലേഡീസിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷനായിരുന്നു. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു. ഏതാ ശരിക്കും എടുക്കേണ്ടത് തിരിയുന്നുണ്ടായിട്ടില്ല. കാരണം വെറൈറ്റി ഓഫ് ഡ്രസ്സ് എല്ലാം, ലൈക്ക് കുർത്ത, ഷോർട്ട് ടോപ്പ് ആണെങ്കിൽ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ലൈക്ക് ബീച്ച് വെയർ, എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്, പക്ഷേ മെറ്റീരിയൽ വൈസും ക്വാളിറ്റി വൈസും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പം ഞങ്ങൾ ഒരു 10-15 ഡ്രസ്സ് ഞങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ട്. എടുക്കൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ട്രയൽ റൂമിൽ പോയി എങ്ങനെയുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഡ്രസ്സ് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, പക്ഷേ എടുത്തില്ല കാരണം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് നോക്കി. ഞാനൊരു ബ്ലൂ ഡ്രസ്സ് കണ്ടായിരുന്നു. ഈ ഡ്രസ്സ് ഇത് അത്യാവശ്യം അടിപൊളിയായിരുന്നേ. പക്ഷേ ഇതിട്ടിട്ട് എന്നെ പിട്ടുപിതിങ്ങിയത് പോലെയുണ്ട് ഗൈസ്. എന്താണെന്നറിയില്ല, ഞാനത് എടുത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് മെലിയട്ടെ എന്നിട്ട് വേണം അതൊക്കെ എടുക്കാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ജെൻസിൻ്റെ സെക്ഷനിൽ പോയി. അവിടെയും വലിയ കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് അവൻ്റെ കൂട്ടുകാരൻ്റെ പണിയാണ്. ഓരോ ഡ്രസ്സ് കാണുക, അതിൻ്റെ സിബ്ബഴിക്കുക, കയറ്റിയിടുക, ഇത് തന്നെ. ഇനി എൻ്റെ അനിയൻ എന്താ ചെയ്യുന്നത് കാണണ്ടേ, ഫോണും വിളിച്ച് ഡ്രസ്സ് ആട്ടിക്കൊണ്ടിരിക്കുക. ഇതാണ് ഇവന്മാർക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നിട്ട്. ഇവന്മാർ ഓരോ സൈഡിൽ ഓരോരുത്തർ ബിസിയാണ്, ഒന്നുമില്ല. ലാസ്റ്റ് ഇവരുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടി മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ കണ്ണൂർ ഫുട്പാത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ഫുട്പാത്തിലേക്ക് വന്നതെന്ന് വെച്ചാൽ അവർക്ക് വീട്ടിൽ നിന്ന് എൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങാലോ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫുട്പാത്തിലേക്ക് വന്നത്. പക്ഷേ ഫുട്പാത്തിലും നമ്മളൊന്നും വാങ്ങിയില്ല. ജസ്റ്റ് അവിടെ നിന്ന് തിരിഞ്ഞു കളിച്ചെന്നല്ലാതെ ഒന്നും വാങ്ങിയില്ല. അപ്പം നമ്മൾ ഉച്ചക്ക് ഇറങ്ങിയോണ്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കാലിക്കറ്റ് ഫ്രൂട്ട് സ്റ്റാൾ എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇവിടുത്തെ ഒരു കടി ഷേക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി ഞങ്ങളെല്ലാവരും അവിടെ വന്നു. അപ്പോൾ കുഴപ്പമില്ല, നന്നായിരുന്നു. പക്ഷേ എനിക്ക് ഈ നട്ട്സും ബദാമൊന്നും ഇട്ട് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്.
അപ്പോൾ വരുന്ന വഴിക്ക് മഴ കിട്ടുമെന്ന് വിചാരിച്ചു. കാരണം പെയ്തില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് തിരിക്കുകയാണ് ഗൈസ്. വരുന്ന വഴിക്ക് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറി. അവളുടെ വീട്ടിൽ 4 കുട്ടികളാണ് എത്തി നോക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും എന്നോട് സ്നേഹമാണ്.